കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, അലിയേ, നമുക്ക് ആ ആദിരാത്രി സന്തോഷമാക്കാൻ, ഖബർ മണിയറയാക്കാൻ ഇന്ന് രാത്രി മുഴുവനും നമുക്ക് ഇബാദത്ത് ചെയ്യാം. ഒരു ഭാര്യ മണവാട്ടി പറഞ്ഞു കൊടുക്ക, ഖബറിലെ ഒന്നാമത്തെ രാത്രി മണിയറയാക്കാൻ ഇന്ന് ഇബാദത്ത് ചെയ്യാം. ഇന്ന് ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും കൂടെ മണിയറയിൽ കയറി ചെല്ലുമ്പോ ചോദിക്കാറുണ്ടോ, മോളെ ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചോ? ചോദിക്കാറുണ്ടോ? ഇന്നത്തെ ഈ ഭർത്താവ് പാതിരാത്രി മണിയറയിൽ കയറി ചെല്ലുമ്പോ പെണ്ണുപിള്ളയുടെ അടുത്തേക്കടി നീ 5 നേരം നിസ്കരിച്ചോ? ഈ പെണ്ണ് ചോദിക്കോ, കാക്ക സുബഹിയെങ്കിലും നിസ്കരിച്ചോ? കാക്ക ചോദിക്കോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയതല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അത് നന്നാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പെണ്ണിനോടും പയ്യനോടും പറയാനുള്ളത്, ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്തോ, അള്ളാഹു അവരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്തേ, കല്യാണം കഴിക്കുന്ന പയ്യനെ സുബഹി നമസ്കരിക്കാൻ ശൈത്താൻ വിടൂല. ചരിത്രം അതാ പറഞ്ഞേ. ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഇന്നലെ രാത്രി ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ വീട്ടിലൊക്കെ വലിയ ആഘോഷമല്ലേ, കൂട്ടുകാരെല്ലാരും ഇങ്ങോട്ട് വരും. കൂട്ടുകാര് ശൈത്താൻ കൂട്ടുകാരന്റെ രൂപത്തിലാ വരുന്നത്. നീ അവനെ കെട്ടിപ്പിടിക്കും. ശൈത്താൻ കൂട്ടുകാരന്റെ രൂപത്തിലാ വരുന്നേ. അവൻ വന്നിട്ട് അളിയാ രാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ ആഘോഷം. എന്നിട്ട് പറയും കിടക്കടാ, സുബഹി നിസ്കരിക്കാൻ വിടൂല. സുബഹി നിസ്കരിക്കാൻ വിടൂല. കാരണം സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കണം, സുബഹി നിസ്കരിക്കാൻ മറന്നു പോകരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാരി തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖബറേ, എന്റെ ഫാത്തിമ മണിയറയിലും നിന്നെ കുറിച്ച് പറഞ്ഞിട്ട് എന്നെ ഓർമ്മപ്പെടുത്തിയവളാ, എന്നോട് പിണങ്ങരുതെന്ന് പറ. അതാ ജീവിതം, മരിച്ചാ പോലും മറക്കാൻ കഴിയാത്ത ജീവിതം. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു ഇവർക്കും നമ്മൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ ജീവിച്ച യാസീനിൽ ഒരു ആയത്ത് കാണാം. നമ്മളെല്ലാവരും ഓതും, ഹും വസുവാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് ചാരുകസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടുക. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തില് ഒരു ചാരുകസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക. പെണ്ണുങ്ങളുണ്ടല്ലോ, സേവകയായിട്ട് ഖിദ്മത്ത് ചെയ്യാൻ ഹൂറിലിങ്ങളായ പെണ്ണുങ്ങളെ അങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരുന്ന് ഉല്ലസിക്കുക. അപ്പൊ ഈ ഇരിക്കണ ചില മഹാന്മാര് ചോദിക്കും, ആമിന നിനക്ക് എങ്ങനെ കിട്ടിയടി ഈ പ്രതിഫലം? ഈ ഇരിക്കണ താത്താമാര് ഈ പെണ്ണുങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? ദുനിയാവിൽ നിങ്ങൾ ഒരുമിച്ച്, ഇവിടെ നിങ്ങൾ ഒരുമിച്ച്. അള്ളാഹു നമ്മൾ അവിടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. അങ്ങടെ ഒരുമിച്ചിരിക്കണമെങ്കിലേ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സുഖിക്കണമെങ്കിൽ വെറുതെ പറ്റൂല. 4 കാര്യം ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ 4 കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചാൽ അവിടെയും ഒരുമിക്കാം. അള്ളാഹു നമ്മളെയൊക്കെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ അവിടെയും വേണ്ടേ? അവിടെയും വേണോ? ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണോ? പറ, വേണോ? വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണോന്ന് ഉസ്താദന്മാരൊക്കെ കൈവക്കിക്കോ. പെണ്ണുപിള്ള ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ചോദിക്കുക, എന്തേ ഇപ്പൊ എല്ലാരും കൈവക്കി നിങ്ങൾ പൊക്കാത്ത? പലരും കൈവക്കാത്ത എന്താ? ഉസ്താദ ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതന്നെ എൻ്റെ ഒരിക്കലും അങ്ങനൊന്നും അല്ല. അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ ഭാര്യയുടെ സ്വഭാവം മുഴുവനും മാറ്റി ഫ്രഷ് ആക്കി തരും. അവിടെ പോയി അടിച്ചു പൊളിച്ചോണം. അള്ളാഹു പൊളിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ പോയിട്ട് കിടന്ന് അടിച്ചു പൊളിച്ചോണം. അവിടെ നിസ്കരിക്കണോ? ശരീരം മറക്കണോ? ഒന്നും വേണ്ട. മൊബൈൽ ഉപയോഗിക്കാം, ഇറുങ്ങിയ ജീൻസും പാൻറ് വിടാം, എന്ത് വിടാം, ഒന്നും പേടിക്കണ്ട. ഇവിടെ സൂക്ഷിച്ചാൽ മതി. ഇവിടെ എന്ത്, പെണ്ണുങ്ങൾ ഫറദയിട്ട് ഹിജാബ് ഇട്ട് കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നടക്കാം. പക്ഷെ അവിടെയോ? അവിടെ ഇതൊന്നുമില്ല. ആമിന, നിനക്ക് പൊളിച്ച് നടക്കാം. ഇന്ന് ഐശ്വര്യറായി നടക്കുന്നതിനേക്കാൾ സുന്ദരിയായിട്ട് ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കാം. ആരും വഴു പറയൂല. എന്താ നീ ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞ് നരകത്തിൽ പിടിച്ചിടൂല. അവിടെ നിനക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. പൊളിക്കണമെങ്കിൽ ഇത്തിരി ക്ഷമിക്കണം. അവിടെ പോയി അടിച്ചു പൊളിക്കണമെങ്കിൽ ഇവിടെ ഇത്തിരി പൊളിക്കാതിരിക്കുക, എങ്കിൽ അവിടെ പോയി സുഖിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് നെയ്യ്